നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2024 ഡിസംബർ മാസം 12-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 27-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച ആണ്. നക്ഷത്രം ഉദയ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രവുമാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അതുപോലെ ശുഭദിനവുമാണ്. ഇന്ന് ഗുരുവിൻ്റെ ദിവസമാണ്. ഗുരുവാരം എല്ലാ ഐശ്വര്യത്തെയും തരുന്ന ദിവസമാണ് ഗുരുവിൻ്റെ ദിവസം, വ്യാഴത്തിൻ്റെ ദിവസം. അതുകൊണ്ട് ലക്ഷം ദോഷം ഗുരുഹന്തി. ഗുരു നോക്കിയാൽ തന്നെ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. അത്ര ശക്തമാണ് ഗുരുവിൻ്റെ ബന്ധം. ആ ഗുരുവിൻ്റെ ദിവസമാണ്, ശുഭനക്ഷത്രമാണ്. അപ്പോൾ നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും ഈ ദിവസം എടുക്കാം. അപ്പോൾ ഒന്നിനെ മാറി നിൽക്കരുത്. ഇന്നത്തെ കാര്യങ്ങൾക്ക്, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ് ഈ ദിവസം. അതുപോലെ അശ്വതി നക്ഷത്രം, വൃശ്ചിക മാസത്തിൽ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായി വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. സാമ്പത്തിക പുരോഗതി. ഇപ്പോൾ സാമ്പത്തിക പുരോഗതി എന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴാണ്ട് ശനിയൊക്കെ വരാൻ പോവുകയാണ് എങ്കിൽ പോലും വളരെ സാമ്പത്തിക പുരോഗതിയെ തരുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ വളരെ സത്യയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ ജോലി കിട്ടും. ബിസിനസ്സോ എല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ് പുരോഗതി, നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അതേപോലെ ഊഹ കച്ചവടങ്ങളിൽ ഇടപെടുന്നവർ, റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു വർഷം തന്നെയായിരിക്കും. സാമ്പത്തിക പുരോഗതിയുടെ കാലഘട്ടം ആണ് നിങ്ങൾക്ക് ഈ ഒരു വർഷവും വന്നു ചേരുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലപോലെ വ്യാഴഭഗവാനെ പ്രീതിപ്പെടുത്തി വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല അർച്ചനയൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുക. വിജയം സുനിശ്ചിതമാണ്. അതേപോലെ തന്നെ ഇന്ന് ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ പ്രധാനമായി യാത്രയ്ക്ക് തിരിക്കുമ്പോൾ രാവുകാലം നോക്കിയിട്ട് തിരിക്കുക. 1:44 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 1:44 തൊട്ട് 3:10 വരെ രാവുകാല സമയം. ഇത് യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഗുളികകാലവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 9:27 തൊട്ട് 10:53 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:35 തൊട്ട് 8:01 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. വ്യാഴാഴ്ചയും നല്ല ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:54 തൊട്ട് 12:42 വരെയാണ്. അപ്പോൾ ഇന്നത്തെ നല്ല സമയത്തിൽ നല്ല സമയം കൂടിയാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രധാനമായിട്ട് മഞ്ഞ കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരും. നമ്മളിലേക്ക് ആ ഗുരുവിൻ്റെ കൃപയുണ്ടാവും. പോസിറ്റീവ് എനർജി കൂടും. അതിന് വേണ്ടി ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാ പേർക്കും, ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രമല്ല എല്ലാ പേർക്കും പരമഗുരുവിൻ്റെ സഹായം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.